السلام عليكم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹനിധികളായ എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ളൊരു പ്രതിസന്ധിയാണ്. ധാരാളം ആളുകൾ പറയുന്നൊരു പ്രയാസമാണ് തങ്ങളെ, വളരെ ബുദ്ധിമുട്ടിലാണ്, വളരെ ഇടങ്ങേറിലാണ്, വളരെ പ്രയാസത്തിലാണ്. മാനസികമായിട്ടുള്ള പ്രയാസം, ശാരീരികമായിട്ടുള്ള പ്രയാസം, അതിൽ നിന്നൊക്കെ ഒരു മുക്തത നേടാൻ, അതിൽ നിന്നൊക്കെ ഒരു വിജയമുണ്ടാവാൻ, അതിൽ നിന്നൊക്കെ ഒരു സലാമത്തുണ്ടാവാൻ, നിന്റെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ പൂവണിയാൻ, ഇതിനൊക്കെ ഒരു രക്ഷയുണ്ടായി, ഇതിനൊക്കെ ഒരു സലാമത്തുണ്ടായി, നിന്റെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ പൂവണിയാൻ ഏറ്റവും മഹത്തമാക്കപ്പെട്ട ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് കൈമാറുന്നത്. ധാരാളം ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഇവിടമിൽ കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ പറയുന്ന പ്രയാസമാണ് തങ്ങളെ, വളരെ വിഷമത്തിലാണ്, വളരെ പ്രയാസത്തിലാണ്. മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ, ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ, സാമ്പത്തിക ഞെരുക്കത്തിലാണ് തങ്ങളെ. ഇതിനൊരു മുക്തത നേടാൻ വളരെ കടബാധിതനാണ്. ഇനി എങ്ങോട്ടാണ്, ഇനി മുന്നിലേക്കുള്ള ജീവിതം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല തങ്ങളെ. അത്രയും പ്രയാസത്തിലാണ്, അത്രയും ബുദ്ധിമുട്ടിലാണ്. ഇതിനൊരു പരിഹാരം തങ്ങൾ പറഞ്ഞു തരണം. ഇതിനൊരു പരിഹാരം, ഇതിൽ നിന്നൊരു മുക്തത നേടാൻ ഒരു അമല് തങ്ങൾ പറഞ്ഞു തരണമെന്ന് സങ്കടപ്പെട്ട് കണ്ണീരോടെ കൂടി ആളുകൾ പറയാറുണ്ട്, സമീപിക്കാറുണ്ട്. അവർക്കുള്ള ഏറ്റവും വലിയ മരുന്നാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ മജ്ലിസിലൂടെ ഞാൻ നിങ്ങളിലേക്ക് കൈമാറുന്നത്. പിന്നെ നിങ്ങൾക്കൊരു വിഷമുണ്ടാവൂല, പിന്നെ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവൂല. നിങ്ങൾ എന്തും റാദും അള്ളാഹു ഹാസിലാക്കി തരും, അള്ളാഹു ഹാസിലാക്കി തരും. പിന്നെ എല്ലാ മുറാദുകളും, നമ്മളെ വിഷമങ്ങൾ തീർന്ന്, നമ്മളെ പ്രയാസങ്ങൾ തീർന്ന്, നമ്മളെ കടം തീർന്ന്, അല്ലെങ്കിൽ നമ്മളെ മാനസികമായ പ്രയാസങ്ങൾ തീർന്ന്, ഞെരുക്കങ്ങൾ തീർന്ന്, സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കങ്ങൾ തീർന്ന്, വളരെ വിഷമത്തിലായ പ്രതിസന്ധികൾ നീങ്ങി, പിന്നെ നമുക്ക് ഖൈറ് അല്ലാഹു തുറന്നിട്ട് തരും. പിന്നെ നമ്മൾ എന്തിലായിരിക്കും നമ്മളെ യാത്ര, നമ്മളെ ത്വരീഖ്, നമ്മളെ വഴി, പിന്നെ ഖൈറിന്റെ വഴിയായിരിക്കും നമ്മളെ വഴി. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ കൊതിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മുടെ ഈ സയ്യിദിയ മജ്ലിസിലൂടെ, സയ്യിദിയ മജ്ലിസിലെ സയ്യിദിയ കുടുംബത്തിന് ഇൻഷാ അല്ലാഹ് കൈമാറുന്നത് ഏറ്റവും മഹത്തമാക്കപ്പെട്ട അമലാണ്. നമ്മളെ ഈ സയ്യിദിയ കുടുംബത്തിന് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കൈമാറുന്നത് ഏറ്റവും മഹത്തമാക്കപ്പെട്ട ഒരു അമലാണ്. ആ അമൽ സ്വീകരിക്കണം. നിങ്ങൾ അമൽ സ്വീകരിക്കാൻ തയ്യാറാണോ? ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. പിന്നെ ഒന്നും ആലോചിക്കണ്ട. നിങ്ങളെല്ലാ പ്രയാസങ്ങളും അത് പതിവാക്കലോടുകൂടി ഓരോ പ്രയാസങ്ങൾ നമ്മളിൽ നിന്ന് മാറി മാറി വരും, മാറി മാറി വരും. ഇതൊക്കെ അനുഭവങ്ങളാണ്. ഇത് ഞാൻ അമല് കൊടുക്കുന്നത് ഒരാൾക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ്. ഇത്രയും പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്
ഒരു സഹോദരൻ ഈ അടുത്ത് എൻ്റെ അടുത്തേക്ക് വന്നു. കണ്ണൂർ തളിപ്പറമ്പിലുള്ള ഒരു സഹോദരൻ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് പറയാണ്. ആ രംഗം വളരെ വിഷമത്തിലാണ്. അദ്ദേഹം പറയുന്നത് കേട്ട് വളരെ വളരെ വിഷമിതനായിട്ട് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയാണ് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ പറയുന്ന സമയത്ത് എല്ലാ വിഷമങ്ങളും, ഞാൻ ഈ പറയുന്ന എല്ലാ വിഷമങ്ങളും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ അമല് നമ്മളെ സയ്യിദിയ മജ്ലിസിലും കൂടി കൈമാറണമെന്ന് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഈ മജ്ലിസിൽ വെച്ച് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് ഞാൻ കൈമാറുന്നത്. ആ മനുഷ്യൻ വന്നുകൊണ്ട് വളരെ പ്രയാസങ്ങൾ പറഞ്ഞ സമയത്ത്, വളരെ ബുദ്ധിമുട്ട് പറഞ്ഞ സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞ ഈ അമല് ഞാൻ അദ്ദേഹത്തിന് കൈമാറുകയാണ് ചെയ്തത്. ഈ അമല് വളരെ വിഷമത്തിലാണ് തങ്ങളെ. അദ്ദേഹം പറഞ്ഞു വരികയാണ്, തങ്ങളെ എനിക്ക് ജീവിതം മടുത്തു തങ്ങളെ. അവസാനം അദ്ദേഹം പറയാണ്, എനിക്ക് ജീവിക്കാനുള്ള കൊതി തീർന്നു തങ്ങളെ. ഒരു യുവാവാണ് ഒരു 30-35 വയസ്സുള്ള ഒരു യുവാവാണ്. എനിക്ക് തങ്ങളെ ജീവിക്കാനുള്ള കൊതി തീർന്നു തങ്ങളെ. വീണ്ടും ഞാൻ ജീവിക്കുന്നത് ആ പൈതങ്ങളുടെ മുഖം മനസ്സിലിങ്ങനെ വരുന്നത് കൊണ്ട് മാത്രമാണ്. ആ പൈതങ്ങൾ ഉപ്പച്ചിയെ എന്ന് വിളിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇന്നും ഹയാത്തിലുള്ളത് തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഞാൻ വിഷമിതനായി നിൽക്കുമ്പോഴാണ് തങ്ങളെ മജ്ലിസ് കാണാനിടയായത്. അങ്ങനെ വിളിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടത്തേക്ക് വരാൻ പറയുകയും അദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഈ അമലും കൂടി ഞാൻ അദ്ദേഹത്തിന് ചൊല്ലാൻ ഏൽപ്പിക്കുകയും ചെയ്തു. നിങ്ങൾ പതിവാക്കിക്കോ, ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞ അമലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ചൊല്ലാൻ ഏൽപ്പിക്കുകയും അദ്ദേഹം ചൊല്ലുകയും അൽഹംദുലില്ലാഹ് അദ്ദേഹം സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്തു. ധാരാളം ആളുകളുണ്ട്. ആ സന്തോഷ വാർത്ത മജ്ലിസിലേക്ക് വിളിച്ചറിയിക്കണം. നിങ്ങൾ ചൊല്ലിയ അമൽ നിങ്ങൾക്ക് റാഹത്തുണ്ടായിട്ടുണ്ടെങ്കിൽ മജ്ലിസിലേക്ക് വിളിച്ചറിയിക്കാനുള്ള മനസ്സും കൂടി നമുക്ക് ഉണ്ടാവണം. അദ്ദേഹം അതിനുള്ള റിസൾട്ട് കിട്ടുകയും അദ്ദേഹം വിളിച്ചറിയിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, തങ്ങളെ അൽഹംദുലില്ലാ, എൻ്റെ ഒരു പടച്ച റബ്ബാണ് തങ്ങളെ മജ്ലിസ് എൻ്റെ മുന്നിലേക്ക് എത്തിച്ചത്. അല്ലാഹുവിൻ്റെ വലിയ ഖലാ ആണ് തങ്ങളെ മജ്ലിസ് ഞാൻ കാണാനിടയായത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സന്തോഷവാനായി. അദ്ദേഹം വളരെ സന്തോഷവാനായിട്ട് എനിക്ക് വിളിച്ചു പറഞ്ഞ സമയത്ത് അൽഹംദുലില്ലാ, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇത് മഹാന്മാരുടെ കാവലുള്ള മജ്ലിസാണ്. ആരും തളരൂല, ആരും കൊയങ്ങൂല. എൻ്റെ മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി ചൊല്ലിക്കോ. ഞാൻ അദ്ദേഹത്തോടും പറഞ്ഞത്, നിങ്ങൾ ഇഖ്ലാസോടുകൂടി ചൊല്ലി നോക്ക്, നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാകും. അദ്ദേഹം ചൊല്ലാൻ തയ്യാറാവുകയും അദ്ദേഹം ചൊല്ലുകയും അദ്ദേഹത്തിൻ്റെ റിസൾട്ട് ലഭിക്കുകയുമാണ് ചെയ്തത്. ഇപ്പൊ മനസ്സിന് വല്ലാത്ത സന്തോഷമുണ്ട്, വലിയ റാഹത്തുണ്ട് തങ്ങളെ. ഞാൻ സ്റ്റെപ്പ് വൈ റാഹത്തിലേക്ക്, എൻ്റെ പഴയ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരികയാണെന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തത്. അത്രയും ഫലമുള്ള അമലാണ്. ഞാൻ മറ്റുള്ള ആളുകൾക്ക് കൊടുത്തിട്ടാണ് ഇൻഷാ അല്ലാഹ് മജ്ലിസിൽ ഞാൻ പറയുക, ആർക്കെങ്കിലും അമൽ കൊണ്ട് ഒരിക്കലും വെറുതെ ആവൂല, അത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ ആർക്കെങ്കിലും മജ്ലിസിൽ അമൽ കൊടുത്തിട്ട് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകളിലേക്ക് അമൽ ഞാൻ കൊടുക്കുകയും അവർക്ക് റാഹത്താണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ അത് വലിയ റിസൾട്ട് കിട്ടും. ഇത് ഹബീബായ തങ്ങൾ പറഞ്ഞ അമലാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിട്ട് പറഞ്ഞതല്ല, ഇത് ഹബീബായ ആരംഭപ്പൂവായ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അമലാണ്. അതുകൊണ്ട് ഒരിക്കലും വെറുതെ ആവൂല ഇൻഷാ അല്ലാഹ്. അതുകൊണ്ടാണ് ഈ അമല് ഇൻഷാ അല്ലാഹ് നമ്മുടെ സയ്യിദിയും കുടുംബത്തിലേക്കും ഞാൻ പകർന്നു തരുന്നത്. ഇത് നെഞ്ചോട് ചേർത്ത് വെക്ക, ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾ ചൊല്ലി നോക്ക്, നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും. അല്ലാഹുവേ അമല് ചെയ്ത് ഞങ്ങളുടെ ജീവിതം ധന്യമാക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അമൽ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അമൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ ഏകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ അമൽ ആരാണ് പറഞ്ഞത്? ഹബീബായ തങ്ങൾ പറഞ്ഞ അമലാണ്.
ഇത് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം. ആരാണ് സഅദ്? ഹബീബായ തങ്ങളെ ഏറ്റവും വലിയ ഇഷ്ടം വെച്ച സ്വഹാബിയാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. വലിയ മഹബ്ബത്ത് വെച്ച സ്വഹാബിയാണ്, വലിയ ആശിഖ് റസൂലാണ് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. അതിലൊറ്റ സ്നേഹിച്ചിരുന്നു ഹബീബായ തങ്ങളെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു. ആ സഅദാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറഞ്ഞ സമയത്ത് ഉമ്മത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, നിങ്ങൾ സഅദിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് എൻ്റെ വീടിൻ്റെ ഇമ്മരപ്പടിയിൽ സഅദിന്റെ ജനാസ വെക്കണം സ്വഹാബ എന്ന് പറഞ്ഞ സമയത്ത് സ്വഹാബത്തുൽ കിറാം ഉമ്മത്തുൽ മുഅ്മിനീൻ മഹദി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, അങ്ങെന്തിനാണ് സഅദിന്റെ ജനാസ അങ്ങയുടെ വീടിന്റെ ഇമ്മരപ്പടിയിൽ വെക്കണമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ച സമയത്ത് മഹദി ആയിഷ ബിവി റളിയല്ലാഹു തആല അൻഹ സ്വഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു, സ്വഹാബ, ഞങ്ങൾക്കും സഅദിന്റെ മേൽ ജനാസ നമസ്കരിക്കാനാണ്, ഞങ്ങൾക്കും ജനാസ സഅദിന്റെ മേൽ നിസ്കരിക്കാനാണെന്ന് പറഞ്ഞ സമയത്ത് അതാണ് സഅദിന്റെ മഹത്വം, അതാണ് സഅദിന്റെ മഹത്വം. അവര് വരെ ഇഷ്ടം വച്ചിരുന്നു മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹുവിനെ അത്രയും ഇഷ്ടം വെച്ചിരുന്നു ഉമ്മത്തുൽ മുഅ്മിനീൻ വരെ സഅദിന്റെ ജനാസ നമസ്കരിക്കാൻ എന്ന് പറഞ്ഞെങ്കിൽ സഅദിന്റെ മഹത്വം എത്രയാണ് എൻ്റെ മുത്തു മുഅ്മിനീങ്ങളെ. ആ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തേക്ക് ഒരു അറാബിയായ മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞു, ഹബീബായ തങ്ങളെ, ഞാൻ വളരെ പ്രയാസത്തിലാണ്, ഞാൻ വളരെ ദുഃഖത്തിലാണ്, ഞാൻ വളരെ പ്രതിസന്ധിയിലാണ്, ഞാൻ വളരെ ഇടങ്ങേറിലാണ്, മാനസികമായ പ്രയാസത്തിലാണ്, ശാരീരികമായ പ്രയാസത്തിലാണ്, സാമ്പത്തികമായ ഞെരുക്കത്തിലാണ് തങ്ങളെ എന്ന് പറഞ്ഞ സമയത്ത് ഹബീബായ തങ്ങളോട് ആ അറാബിയായ മനുഷ്യൻ പറഞ്ഞു, എനിക്കിതിലൊരു ദുആ നിങ്ങൾ പറഞ്ഞു തരണം, ഇതിനൊരു സമാധാനം എനിക്ക് ലഭിക്കാൻ, ഇതിലൊരു ശിഫാ എനിക്ക് ലഭിക്കാൻ, ഇതിലൊരു റാഹത്ത് എനിക്ക് ലഭിക്കാൻ അങ്ങ് എനിക്കൊരു ദുആ പറഞ്ഞു തരണം, അല്ലെങ്കിൽ അങ്ങ് എനിക്കൊരു ദിക്ർ പറഞ്ഞു തരണം, അല്ലെങ്കിൽ അങ്ങ് എനിക്കൊരു അമൽ പറഞ്ഞു തരണമെന്ന് ഹബീബായ തങ്ങളോട് അറാബിയായ മനുഷ്യൻ പറഞ്ഞ സമയത്ത് ഹബീബായ തങ്ങള് അറാബിയായ മനുഷ്യനോട് പറഞ്ഞ അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഈ സയ്യിദിയ മജ്ലിസിലെ ഈ സയ്യിദിയം കുടുംബത്തിന് ഇൻഷാ അല്ലാഹ് നമ്മൾ കൈമാറുന്നത്. ഇത് ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. ഇതാരാണ് പറഞ്ഞത്? ലോകത്ത് ഇതുവരെ കളവ് പറയാത്ത ആരംഭ പൂവായ അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ആ അറാബിയായ മനുഷ്യനിക്ക് ഈ അമല് പറഞ്ഞു കൊടുക്കുന്നത്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യുഹാ. വാനലോകത്തുനിന്ന് റബ്ബുൽ ഇസ്സത്തിന്റെ അനുവാദമില്ലാതെ ഇതുവരെ ഒരിക്കലും ഒരു കാര്യവും അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പറഞ്ഞിട്ടില്ല, ഒരാളോടും പറഞ്ഞിട്ടില്ല, ഒരു അമലും പറഞ്ഞിട്ടില്ല, ഒരു ദിക്റും ചൊല്ലാൻ പറഞ്ഞിട്ടില്ല, ഒരു കാര്യവും ഏൽപ്പിച്ചിട്ടില്ല അല്ലാഹുവിന്റെ വഹിയെത്തിയിട്ടല്ലാതെ. അതുകൊണ്ട് ഈ അമലിനെ നെഞ്ചോട് ചേർത്ത് വെക്ക്. നിങ്ങൾക്ക് ഹൈറ് ലഭിക്കും. നിങ്ങൾ ഹൈറിന്റെ അഹ്ലുകാരിൽ അള്ളാഹു ഉൾപ്പെടുത്തും. എന്ത് പ്രയാസമാണെങ്കിലും തീ പോലെ വരുന്ന പ്രയാസങ്ങളെ മഞ്ഞുപോലെ അള്ളാഹു ദൂരീകരിക്കും. മല പോലെ വരുന്ന പ്രയാസങ്ങളെ അള്ളാഹു മഞ്ഞുപോലെ ദൂരീകരിക്കും. അത്രയും പവർഫുൾ ആയിട്ടുള്ള അമലാണ്. ഒരിക്കലും ഒരാളുടെ മുന്നിലും കൈ നീട്ടേണ്ട അവസ്ഥ നിനക്ക് വരൂല.
വരില്ല. റാഹത്തായിട്ട് അന്തസ്സോടുകൂടി നിനക്ക് ജീവിക്കാം. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് അമല്? ഇൻഷാ അല്ലാഹ് അമല് പറയുന്നതിന് മുമ്പ് ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുമായി ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. നിരന്തരം കോളുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. മെസ്സേജുകൾ വാട്സപ്പിലേക്ക് അയക്കുന്ന ആളുകളുണ്ട്. ചില സമയത്ത് മെസ്സേജിന് റിപ്ലൈ തരാൻ കഴിയില്ല, ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ചില പരിപാടികളിലായിരിക്കുമ്പോഴാണ് അത്രയും ബിസി വരുന്നത്. അല്ലെങ്കിൽ ചില ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷനിലോ ആയിരിക്കുന്ന സമയത്താണ് നിങ്ങളെ കോൾ അറ്റൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാകുന്ന സാഹചര്യം വരുന്നത്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഇൻഷാ അല്ലാഹ് എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിക്കാറുണ്ട്, സമയം കിട്ടുന്നതിനനുസരിച്ച്. കാരണം നമ്മളെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ ധാരാളം ആളുകൾ വിളിക്കുന്നത്. തങ്ങൾക്ക് വിളിച്ചാൽ അതിൻ്റെ പരിഹാരം, അതിനുള്ള മാർഗം അല്ലെങ്കിൽ അമൽ എനിക്ക് പറഞ്ഞു തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് വിളിക്കുന്നത്. അതുകൊണ്ടാണ് കോൾ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ അങ്ങോട്ട് തിരിച്ച് ഇൻഷാ അല്ലാഹ് വിളിക്കുന്നത്. അതുകൊണ്ട് ആരും വിഷമിതനാവരുത്. കിട്ടാത്ത ആളുകൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഏതെങ്കിലും സമയത്ത് ഇൻഷാ അല്ലാഹ് എടുക്കും, അല്ലെങ്കിൽ തിരിച്ച് വിളിക്കുകയെങ്കിലും ചെയ്യും. ഇൻഷാ അല്ലാഹ് ആരും വിഷമിതനാവരുത്. മജ്ലിസിലേക്ക് വിളിച്ചിട്ട് ആരും വിഷമിതനാവരുത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രയാസങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റി അല്ലാഹു ഞങ്ങൾക്ക് നീ സലാമത്തേകണേ അല്ലാഹ്, രക്ഷയേകണേ അല്ലാഹ്, രക്ഷയേകണേ അല്ലാഹ്, രക്ഷയേകണേ തമ്പുരാനെ. ധാരാളം ആളുകൾ വിളിച്ചു ചോദിക്കുന്നത് ഇനി എന്നാണ് തങ്ങളെ വീട്ടിൽ കൺസൾട്ടിങ് ഉണ്ടാകുക, ഇനി എന്നാണ് വീട്ടിലേക്ക് വരേണ്ടത്? ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾ വരേണ്ടത് വരുന്ന ശനിയാഴ്ചയാണ്. തിങ്കളാഴ്ചയും ശനിയാഴ്ചയുമാണ് ടോക്കൺ ഉണ്ടാകുക. കൺസൾട്ടിങ് വീട്ടിലുള്ളത് ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ്, ആഴ്ചയിൽ 2 ദിവസം. ഇൻഷാ അല്ലാഹ് വിളിച്ച് ഈ നമ്പറിൽ കാണുന്നത് പോലെ ഇൻഷാ അല്ലാഹ് വിളിച്ച് ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് വരിക. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, ഞങ്ങളെല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലാഹ്. ധാരാളം പ്രദേശങ്ങളിൽ നിന്ന്, കേരളത്തിൻ്റെ അകത്തു നിന്നുള്ള ആളുകൾ, കർണാടക പോലുള്ള തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന്, എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ, എൻ്റെ ലക്ഷദ്വീപ് നിവാസികൾ, ധാരാളം ദ്വീപുകളിൽ നിന്ന് വിളിക്കുന്ന ആളുകളുണ്ട്. ബന്ധപ്പെട്ട് വരുന്ന ആളുകളുണ്ട്. ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ബുക്ക് ചെയ്ത് നീറുന്ന പ്രയാസങ്ങൾ പറഞ്ഞ്, നീറുന്ന വേവലാതികൾ പറഞ്ഞ്, നീറുന്ന പ്രതിസന്ധികൾ പറഞ്ഞുകൊണ്ട് ഈ ഇമ്മരപ്പടിയിലേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിനായി വരുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ അവിടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലാഹ്, ശിഫയേകണേ അല്ലാഹ്. നീ പരിപൂർണ്ണ ആജിലായ കാമിലായ ശിഫ അവർക്ക് ഏകണേ അല്ലാഹ്. അവിടെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് ആരും മറക്കരുത്. ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചയും തിങ്കളാഴ്ചയുമാണ് ഇൻഷാ അല്ലാഹ് വിളിച്ച് ബുക്ക് ചെയ്തു വരാൻ ആരും മറന്നു പോകരുത്. കാരണം ചില സമയങ്ങളിൽ വിളിച്ച് വന്നിട്ടില്ലെങ്കിൽ ചില സമയങ്ങളിൽ ഉണ്ടാവില്ല, ചില പരിപാടിയിലേക്ക് പോയിട്ടുണ്ടാവും. ഇല്ലാത്ത സമയത്ത് ഇൻഷാ അല്ലാഹ് ക്ലാസ്സിലൂടെ മജ്ലിസിലൂടെ ഞാൻ പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി വരേണ്ടത് വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാ അല്ലാഹ് ബുക്കിങ്ങൾ. അല്ലാഹുവേ അല്ലാഹു ഞങ്ങളെല്ലാ പ്രയാസങ്ങളും നീ മാറ്റി നൽകണേ അല്ലാഹ്, നീ നൽകണേ അല്ലാഹ്, നീ നൽകണേ തമ്പുരാനെ. എന്താണ് അമല്? ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. സന്ദർഭോചിതമായിട്ട് പറഞ്ഞെന്ന് മാത്രമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്താണ് അമല്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അറാബിയായ മനുഷ്യനോട് പറഞ്ഞ ആ അമൽ എന്താണ്? നിങ്ങളിത് ചൊല്ലിക്കോ. ഏത് സമയത്താണ് നമ്മൾ ചൊല്ലേണ്ടത്? സുബ്ഹി നിസ്കരിച്ച് ആ മുസല്ലയിൽ വെച്ചാണ് നമ്മൾ ചൊല്ലേണ്ടത്. ഖിയാമം വരെ നിങ്ങൾ ദായിമാക്കിക്കോ, ഹൃദയത്തോട് ചേർത്ത് വെച്ചോ. ഒരു പ്രയാസവും അല്ലാഹു നൽകൂല. ദുനിയാവിൽ വെച്ചൊരു പ്രയാസം അല്ലാഹു നൽകൂല. പ്രയാസങ്ങൾ മാറി, നിങ്ങൾ എന്ത് പ്രയാസത്തിലാണോ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രയാസങ്ങൾ മാറി നിങ്ങൾ ആഗ്രഹങ്ങൾ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്
ആഗ്രഹിക്കുന്നത് അള്ളാഹു അത് സഫലീകരിച്ചു തരും. തീപാറും ശക്തിയിൽ അള്ളാഹു അത് സഫലീകരിച്ചു തരും. അള്ളാഹുവേ, ഞങ്ങളെ ആഗ്രഹങ്ങളെ, ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ, നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളെ ഇടങ്ങേറുകൾ, ഞങ്ങളെ വിഷമങ്ങൾ അള്ളാഹുവേ നീ മാറ്റി നൽകണേ അല്ലാ. എന്താണ് അമൽ? ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ, ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ ഇൻഷാ അല്ലാ ഈ അമലാണ് ഇൻഷാ അല്ലാ നിങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അല്ലാഹു അക്ബർ കബീറാ വൽഹംദുലില്ലാഹി കസീറാ സുബ്ഹാനല്ലാഹി റബ്ബിൽ ആലമീൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അസീസിൽ ഹകീം. ഇൻഷാ അല്ലാ ഈ അമലിനെ എന്തെങ്കിലും പേപ്പറിലോ നോട്ടിലോ ഇൻഷാ അല്ലാ നിങ്ങൾ കുറിച്ച് വെക്ക്. ഇൻഷാ അല്ലാ സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഇൻഷാ അല്ലാ നിങ്ങളെ ദുആഉം ദിക്റുകളും അദ്കാറുകളൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാ ഈ അമലിനെ നെഞ്ചോട് ചേർത്ത് വെക്ക്. എന്തിനാണ്? നിന്റെ മുറാദ് ഹാസിലാവാൻ വേണ്ടിയാണ്. ആ നിയത്ത് മാത്രം വെച്ചാൽ മതിയോ? എൻ്റെ മകൻക്കൊരു ജോലി കിട്ടണം, ആ നിയത്ത് മാത്രമേ ഉള്ളൂ. പറ്റുമോ? 12,000 ബിസ്മി ഞാൻ ഞങ്ങളെ നേർച്ചയാക്കി എൻ്റെ മകൻക്ക് റാഹത്തായ ജോലി ലഭിക്കാൻ, അല്ലെങ്കിൽ ഭർത്താവിന് റാഹത്തായ ജോലി ലഭിക്കാൻ, അത് മാത്രം കരുതിയാൽ മതിയോ? അല്ല, നമ്മൾ ഓരോരോ അമൽ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തി, അള്ളാഹുവിൻ്റെ പ്രീതി നമ്മൾ കൈപ്പറ്റണം. ഇതിനൊക്കെ ഒരു കൂലിയുണ്ട്, എനിക്കൊരു ഇതിൽ നിന്ന് കൂലിയുണ്ട്. അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി നമ്മൾ ചെല്ലണം. അല്ല ആർക്കോ വേണ്ടി, എന്തിനോ വേണ്ടി, ദുനിയാവിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ചൊല്ലിക്കൂടാ. അള്ളാഹുവിൻ്റെ പ്രീതി, അള്ളാഹുവിൻ്റെ തൃപ്തി കൂടി ഇതിൽ മനസ്സിൽ നമ്മൾ നിയത്ത് വെക്കേണ്ടതുണ്ട്. അള്ളാഹുവേ നീ തൗഫീഖ് നൽകണേ അള്ളാഹുവേ, ഞങ്ങളെല്ലാ സകലമാന കാര്യങ്ങളും നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങൾ നിയത്ത് വെക്കുന്നു അള്ളാഹുവേ നിന്റെ പൊരുത്തത്തിലായിട്ട് ഞങ്ങളിത് ചൊല്ലാൻ ഞങ്ങൾ നിയത്ത് വെക്കുന്നു എന്ന നിയത്തോടു കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചൊല്ലി നോക്ക്. അപ്പോഴാണ് നിന്റെ മുറാദ് അള്ളാഹു ഹാസിലാക്കണേ അള്ളാഹു ഞങ്ങളെ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാ. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നമ്മളെ മജ്ലിസിലേക്ക് ധാരാളം, നമ്മളെ മക്കാമിലേക്ക് സംഭാവന ചെയ്ത ആളുകൾ, നമ്മളെ മജ്ലിസിലേക്ക് സംഭാവന ചെയ്ത ആളുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, അമലുകൾ സ്വീകരിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ, അള്ളാഹുവയുടെ എല്ലാ സകലമായ ഉദ്ദേശങ്ങളും അവരെന്ത് മുറാദ് വെച്ചിട്ടാണോ നേർച്ച ചെയ്തത് അള്ളാഹുവേ നീ ഹാസിലാക്കണേ അല്ലാ. ധാരാളം ആളുകൾ മുറാദ് ഹാസിലായി നേർച്ചകൾ ചെയ്ത ആളുകളുണ്ട്. അള്ളാഹു എന്ത് മുറാദാണോ നീ ഹാസിലാക്കിയത് അല്ലാഹ് നീ നിലനിർത്തണേ അല്ലാ. എന്ത് മുറാദുകളും നിങ്ങൾക്ക് വെച്ച് ഹാസിലാക്കാം മക്കാമിലേക്ക്. അള്ളാഹുവേ മഹാനായ ജമലുല്ലൈലി പാപ്പയുടെ കാവലേഖ അവിടുത്തെ ഇജാസിയത്തിലാണ് ഈ മജ്ലിസ് നടന്നു പോകുന്നത്. അള്ളാഹുവെ ദറജ നീ ഏറ്റി നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ധാരാളം ആളുകൾക്ക് മുറാദുകൾ ഹാസിലാകുന്നുണ്ട്. ഈ മജ്ലിസിൽ അമൽ സ്വീകരിച്ചുകൊണ്ട് മുറാദ് ഹാസിലായ ആളുകൾ, നേർച്ച ചെയ്തുകൊണ്ട് മുറാദ് ഹാസിലായ ആളുകൾ, അതൊക്കെ മഹാനായ ജമലുല്ലൈലി ഉപ്പാപ്പയുടെ കാവലുള്ള മജ്ലിസാണ് ഈ മജ്ലിസ്. അവിടുത്തെ ഇജാസിയത്ത് പ്രകാരമാണ് മജ്ലിസ് നടന്നു പോകുന്നത്. അവിടുത്തെ കുരുത്തത്തിലും പൊരുത്തത്തിലുമാണ് മജ്ലിസ് നടന്നു പോകുന്നത്. അവിടുത്തെ ശക്തിയാണ് ഈ മജ്ലിസിന്റെ വളർച്ചയും ശക്തിയും. അല്ലാഹുവേ നീ നിലനിർത്തണേ അല്ലാ. മഹാനവറുകൾ വന്നത് എവിടെ നിന്നാണ് മഹാനവറുകൾ വന്നത്? ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര ദ്വീപിൽ നിന്നും കടലിൽ മുസല്ല വിരിച്ച് കടലൊണ്ടി തീരത്തെത്തിയ മഹാനാണ് ഖുതുബുസ്സമാൻ ബാഹസൻ ജമലുല്ലൈലി ഉപ്പാപ്പ. ആ ഉപ്പാപ്പയുടെ കാവലിലാണ് മജ്ലിസ്. ഞങ്ങളൊക്കെ വല്ലിപ്പയാണ്. ജമലുല്ലൈലി സാദാത്ത് നിങ്ങളെ വല്ലിപ്പയാണ്. അല്ലാഹുവേ ദറജനെ ഏറ്റി നൽകണേ അല്ലാ. അവിടുത്തെ മഹത്വമാണ് ഈ മജ്ലിസിന്റെ വളർച്ച, അവിടുത്തെ കറാമത്താണ് ഈ മജ്ലിസിന്റെ വളർച്ച. അല്ലാഹുവേ ഖിയാമം വരെ നീ നിലനിർത്തണേ അല്ലാ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ അല്ലാഹുവേ നീ സ്നേഹിക്കണേ അല്ലാ. ഉപ്പാപ്പയുടെ കാവലേഖ
ദുആക്കണേ അല്ലാ. അവരുടെ വീട്ടിൽ ഉപ്പാപ്പയുടെ കാവലേക്കണേ അല്ലാ. അവരെ സകനാത്ത് ഹറകാത്തുകളിൽ അല്ലാഹു ഉപ്പാപ്പയുടെ കാവലേക്കണേ അല്ലാ. ഉപ്പാപ്പയുടെ നോട്ടം അവരുടെ വീട്ടിലേക്കും അവരുടെ കുടുംബത്തിലേക്കും നീ എത്തിക്കണേ അല്ലാ. നീറുന്ന നൂറ് പ്രയാസങ്ങളായിട്ട് ബുദ്ധിമുട്ടിലായിട്ട് ഇവിടമിൽ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും വരുന്ന ആളുകൾ അല്ലാഹുവേ അവർക്കെല്ലാം ഉപ്പാപ്പയുടെ കാവലേക്കണേ അല്ലാ. അവരുടെ പ്രയാസങ്ങൾ നീ മാറ്റി നൽകണേ അല്ലാ. നീ നൽകണേ തമ്പുരാനെ. ധാരാളം ആളുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട് അല്ലാ. മുറാദുകൾ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട് അല്ലാ. നീ ഹാസിലാക്കണേ അല്ലാ. നീ ഹാസിലാക്കണേ അല്ലാ. നീ ഹാസിലാക്കണേ അല്ലാ. മാരകമായ രോഗങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. ക്യാൻസർ, ട്യൂമർ, അറ്റാക്ക് പോലുള്ള മാരകമായ രോഗങ്ങൾ നീ നൽകല്ലേ അല്ലാ. ഞങ്ങളെ സമ്പത്തിനെയും ഞങ്ങളെ ശരീരത്തെയും കാർന്നു തിന്നുന്ന രോഗങ്ങൾ അല്ലാ ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലാ. നീ നൽകല്ലേ അല്ലാ. അർഹമുർ റഹീമീനായ അല്ലാ. ധാരാളം രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ. അല്ലാഹുവേ കാമിലായ ആജിലായ പരിപൂർണ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ സുഹൃത്ത് അല്ലാഹുവേ മെഡിക്കൽ കോളേജിലാണ് അല്ലാ. അല്ലാഹുവേ നീ പരിപൂർണ ശിഫയേകണേ അല്ലാ. പരിപൂർണ ശിഫയേകണേ അല്ലാ. പരിപൂർണ ശിഫയേകണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാ. ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. കിബ്റില്ലാത്ത ഹസദില്ലാത്ത ഞങ്ങളെ നല്ല ഹൃദയങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. ഞങ്ങളെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണേ അല്ലാ. അർഹമുർ റഹീമീനായ തമ്പുരാനെ ധാരാളം ആളുകൾ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ ഖബർ വിശാലമാക്കണേ അല്ലാ. ഖബർ സ്വർഗ്ഗ സുന്ദരമാക്കണേ അല്ലാ. സ്വർഗ്ഗത്തിൽ നിന്ന് ഫിറാശ് അവരുടെ ഖബറുകളിലേക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് ഫിറാശ് ഒരു വിരിപ്പ് നീ വിരിപ്പിക്കണേ അല്ലാ. നീ വിരിപ്പിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ 10 മാസം നൊന്ത് പ്രസവിച്ച് മറോടണച്ച് അമ്മിഞ്ഞപ്പാല് തന്ന പൊന്നാര പൊന്നുമ്മ ഇന്നു ഖബറിലാണ് അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഖബർ സ്വർഗ്ഗസുന്ദരമാക്കണേ അല്ലാ. ഖബർ കണ്ണെത്താ ദൂരത്തോളം നീ വിശാല നൽകണേ അല്ലാ. മലാക്കന്മാരുടെ സഹായം പൊന്നാര ഉമ്മാടെ ഖബറിൽ നീ എത്തിക്കണേ അല്ലാ. നീ എത്തിക്കണേ അല്ലാ. ജീവിതകാലത്ത് ചെയ്ത എല്ലാ നന്മകളും ഖബറിൽ കൂട്ടാളിയാക്കണേ അല്ലാ. ഖബറിൽ കൂട്ടാളിയാക്കണേ തമ്പുരാനെ. ഞങ്ങൾ ഈ നിലയിലാവാൻ വേണ്ടി മെഴുകുതിരി ഒരുക്കി തീർന്നത് പോലെ ഒരുക്കി തീർന്ന പൊന്നാര പൊന്നു ഉപ്പ ഇന്ന് ഖബറിലാണ് അല്ലാ. ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. ഉപ്പാന്റെ ഖബറിടം നിറാഹത്തിലാക്കണേ അല്ലാ. സ്വർഗ സന്തോഷപൂരിതമാക്കണേ അല്ലാ. ഖബറിലേക്ക് സ്വർഗത്തിൽ നിന്ന് ഫിറാശ് നീ വിരിപ്പിക്കണേ അല്ലാ. നീ വിരിപ്പിക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ തമ്പുരാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാ. ഈമാൻ പരിപൂർണമാക്കണേ അല്ലാ. ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ നെറ്റിത്തടം വിയർത്ത് പുഞ്ചിരി തൂകി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ പെടുത്തണേ അല്ലാ. ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. ഉപ്പൂപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുകരങ്ങളിൽ നിന്നും ഹൗദുൽ കൗസർ കുടിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ആരംഭപ്പുവായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം 2 കണ്ണുകൊണ്ട് ഞങ്ങളെ കാണിക്കണേ അല്ലാ. ഞങ്ങളെ കാണിക്കണേ അല്ലാ. നിന്റെ സ്വർഗ്ഗം ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാ. നീ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നീ നൽകണേ തമ്പുരാനെ. കത്തിക്കരിയുന്ന ഭീകരമായ നരകം അല്ലാ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ. ഹറാമാക്കണേ അല്ലാ. ബിസ്മില്ലാഹിൽ അമാനുൽ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ ശർരി ശൈത്താൻ വമിൻ ളുൽമിസ് സുൽത്താൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.